നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ സാരികൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ള സാരീസ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് സെമി സിൽക്കിൽ നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട്, നല്ല ഒതുങ്ങി കിടക്കും, ആരുടെ ഹെൽപ്പൊന്നുമില്ലാതെ നമുക്ക് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാരീസാണ്. ലൈറ്റ് വെയ്റ്റുമാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു അതിനകത്ത് ഡിഫറെൻറ്റ് റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറയാം റേറ്റ്സ് എത്രയൊക്കെയാണെന്നുള്ളത്. എന്തായാലും ബിലോ 2000 റേഞ്ചിലുള്ള സാരീസ് നമുക്കിതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും ഉണ്ട്, ബ്യൂട്ടിഫുൾ ഡിസൈൻസും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഷെയ്ഡ് ഒരു ബ്രിക്കിൻ്റെയൊക്കെ ഒരു ലൈറ്റർ ടോൺ പീച്ചും കൂടെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡാട്ടോ. അതിനകത്ത് നിന്ന് നമുക്ക് ബോഡിയിൽ ഇതേപോലെ ഒരു സെറിയുടെ ഒരു വീവ് ഡിസൈൻ വന്നിട്ടുണ്ട്. മുന്താണിയിലും അതുപോലെ ഒരു നല്ല സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ്. ഈ സാരീസ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചവരൊക്കെ നല്ല റിവ്യൂ തന്ന സാരിയാണിത്. ശരിക്കും ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയെ കൊടുക്കുന്ന അതേ കംഫർട്ട്, പിന്നെ ഒട്ടും ചൂടും എടുക്കില്ല കേട്ടോ ഈ മെറ്റീരിയൽ ഉടുക്കുമ്പോൾ. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. സാരി നമ്പർ 1 ആണ്, 1950. ടാസൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് ഇതിനകത്ത് പെയർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ചൂടെടുക്കുന്ന സാരിയും കൂടെ എടുത്തുകൊണ്ട് ഒരു ഫംഗ്ഷന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരീസാണ്. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു ബ്ലൂയിഷ് ടോണിൽ ഇതേപോലെയാണ് അതിനകത്ത് ഡിസൈൻ വരുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ വരും. മുന്താണി ഇതേപോലെയാണ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡി എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാട്ടോ, അത് ഇതേപോലെ കുറച്ചിങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടായിരിക്കും ഡിസൈൻ വരുന്നത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 2 ബ്ലൂ വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ടോണിലേക്ക്, അതായത് ഒരു ലാവൻഡറും പർപ്പിളും കൂടെയൊക്കെ ചേർന്ന ഷെയ്ഡ്. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. മുന്താണിയിലും ഇങ്ങനെ വരും. ഇതിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ആട്ടോ ഇതിനകത്ത് വെയർ ചെയ്തിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 3. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2350 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ ആയിരിക്കും. അടുത്തത് വരുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡ്. ഇത് വരുമ്പോൾ നമുക്ക് 1950. സാരി നമ്പർ 4 ആണ്. 1950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. ഒരു റാണി പിങ്ക് ടോൺ, 1950. അടുത്ത് വന്നിരിക്കുന്ന സാരി നമ്പർ 5 വരുമ്പോൾ ഒരു ഗ്രീനിൻ്റെ ഒരു ടോൺ, ഒരു ഗ്രീനിൻ്റെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ. സാരി നമ്പർ 5. ഇത് വരുമ്പോഴും റേറ്റ് വരുന്നത് 1950. അല്ല സോറി, ഇത് 2150, 2150. സാരി നമ്പർ 6. ഇത് സാരി നമ്പർ 5 ആണ് ഇത്. സാരി നമ്പർ 5 2150, 2150. അടുത്തത് വരുന്ന സാരി നമ്പർ 6 ഒരു ഗ്രീനിഷ് ടോൺ. ഇതേപോലെ ഒരു ഗ്രീനിഷ് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. ഗ്രീനിഷ് ടോൺ. ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ വരും. 2350 ആണ് റേറ്റ് വരുന്നത്. ഇതെല്ലാം നല്ല ഒതുങ്ങി കിടക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ്. ഉടുത്താൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന സാരീസാണ് കേട്ടോ. സാരി നമ്പർ 7 ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂവിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 7, 2350. അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ. അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും. സാരി നമ്പർ 8, 2150, 2150. ഇതേപോലെയാണ് ബോഡിയിൽ ഡിസൈൻ വരുന്നത്. മുന്താണിയുടെ ഡിസൈനും ഇതുപോലെ വരും. 2150. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 9 വരുമ്പോൾ ഒരു പിങ്ക്, അതായത് ഒരല്പം ഒരു പർപ്പിളും പിങ്കും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 9, 2350, 2350. സാരി നമ്പർ 10 വരുമ്പോൾ ഒരു ബ്ലൂയിഷ് ടോൺ. അതിൻ്റെ ബോഡിയിലെ ഡിസൈൻ ഇതേപോലെയാണ്. ഒരു ബുട്ട ഡിസൈൻ, സ്ട്രൈപ്സ്, പിന്നെ ബുട്ട ഡിസൈൻ, അങ്ങനെയാണ് ഓൾ ഓവർ ദ ബോഡിയിൽ വരുന്നത്. സാരി നമ്പർ 10. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 2350. പ്ലെയിൻ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 11 വരുമ്പോൾ നമുക്ക് 1950 റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സാരി. അതിൻ്റെ ബോഡിയിൽ ഇതേപോലെ ഒരു സ്ക്വയർ ഡിസൈനും മുന്താണിയിൽ ഇതേപോലെയാണ് ഡിസൈൻ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 11.
സാരി നമ്പർ 12 വരുമ്പോൾ അഗെയിൻ ഒരു ഗ്രീനിഷ് ടോൺ, അതിനകത്ത് ബോർഡർ ഇതേപോലെ ഒരു സ്ക്വയർ പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡർ, രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡേഴ്സ് വരും. മുന്താണിയിലും ആ ഒരു സ്ക്വയർ പാറ്റേണിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1850, 1850. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിനും ഒരു സീ ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. 1850. 13 പിങ്ക്, 13 വരുമ്പോൾ പിങ്ക്, ഇത് 1950. 13 വരുമ്പോൾ പിങ്ക് 1950, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ് പിങ്ക്. അടുത്തത് വരുന്നത് 14, ഇതൊരു ഗ്രീനിഷ് ടോൺ, ഒരു ഗ്രീനിഷ് ടോൺ, ഒരു പേസ്റ്റൽ ഗ്രീനിലേക്കൊക്കെ വരുന്ന ഒരു മെറ്റാലിക് ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ടോൺ ആട്ടോ. 14, ഇതിൻ്റെ റേറ്റ് വരുന്നത് 2350. സാരി നമ്പർ 15 വരുമ്പോൾ ഒരു ബ്ലൂ പർപ്പിൾ ബ്ലെൻഡ് ചെയ്തൊരു ടോൺ. സാരി നമ്പർ 15 ബ്ലൂയിഷ് പർപ്പിൾ, ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. 1950. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്